അസ്സലാമു അലൈക്കും. പ്ലസ് വണ്ണിലെ അറബിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. പേജ് നമ്പർ 12. ലൻഷിത്ത അദ്ദിറാസിയ നോക്കാം. നഷാത്തുൽ അവ്വൽ ഒന്നാമത്തെ പ്രവർത്തനം. നതആറഫു വ നജ്മഉൽ ബയാനാത്തിൻ ശഖ്സിയ മിനൽ അസ്തിഖാഇൻ. നതആറഫു നമുക്ക് മനസ്സിലാക്കാം, വ നജ്മഉ നമുക്ക് ശേഖരിക്കാം, ബയാനാത്തുൻ ശഖ്സിയ ബയോഡാറ്റകൾ നമുക്ക് ശേഖരിക്കാം, മിനൽ അസ്തിഖാഇൻ നമ്മുടെ സുഹൃത്തുക്കളുടെ ബയോഡാറ്റ നമുക്ക് ശേഖരിക്കാം, അത് മനസ്സിലാക്കുകയും ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിലൊരു ബയാനാത്തിന് ശഖ്സിയ എങ്ങനെയാണ്, ഇതൊരു ബയോഡാറ്റ എങ്ങനെയാണ് അറബിയിൽ എഴുതുക, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തത്. നമുക്കറിയുന്നതാണ് ഇസ്മുൽ കാമിൽ ഫുൾ നെയിം, അതുപോലെ താരീഖുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് ഇതാ, പിന്നെ അൽ ഉൻവാന് അതുപോലെ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എഴുതുക, നമ്മുടെ ആരുതാണോ അവിടെ ബയോഡാറ്റ എഴുതുന്നത് ഉൻവാന് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എഴുതുക. അതുപോലെ ഇസ്മുൽ വാലിദ് ഉപ്പാൻ്റെ പേര്, നെയിം ഓഫ് ഫാദർ എഴുതുക. അതുപോലെ മെഹ്നത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ ജോലി എന്താണ് എന്നുള്ള എഴുതുക. പിന്നെ ഇസ്മുൽ വാലിദ നെയിം ഓഫ് മദർ, ഉമ്മാൻ്റെ പേര് എഴുതുക. അതുപോലെ അൽ മിഹിന അമ്മയുടെ ജോലി എന്താണ് എഴുതുക. അതുപോലെ റഖമുൽ ഹാത്തിഫ് മൊബൈൽ നമ്പർ അവിടെ എഴുതുക. അതുപോലെ അൽ ഹിവായ അദ്ദേഹത്തിൻ്റെ ഹോബി എന്താണ് എന്നുള്ളതും. അതുപോലെ ഇത് അൽ ഉംനിയ എന്ന് പറഞ്ഞാൽ അംബീഷൻ, എന്ത് ആവാനാണ് ആഗ്രഹം എന്നുള്ളത് എഴുതുക. ബാദുൽ വലായിഫ് ഇനി കുറച്ച് തൊഴിലുകൾ ജോലികൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. തൊബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ, അതുപോലെ മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ എൻജിനീയർ, മുഹാദിർ എന്ന് പറഞ്ഞാൽ ലെക്ചർ അധ്യാപകൻ ലെക്ചർ, അതുപോലെ ആലിം എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ്, മുഹാസിബ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻറ്റ്, മുഹാമി എന്ന് പറഞ്ഞാൽ ലോയർ വക്കീൽ, മുദീർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ എന്ന് പറയാം, ലാബിത്ത് എന്ന് പറഞ്ഞാൽ ഓഫീസർ, അതുപോലെ ഷുർത്തി എന്ന് പറഞ്ഞാൽ പോലീസ്, അതുപോലെ സഹാഫി എന്ന് പറഞ്ഞാൽ ജേർണലിസ്റ്റ്, മുമരിദ് എന്ന് പറഞ്ഞാൽ നഴ്സ്, മുസവ്വിർ എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫർ, താജിർ എന്ന് പറഞ്ഞാൽ മെർച്ചൻ്റ് കച്ചവടക്കാരൻ, മുസാരി എന്ന് പറഞ്ഞാൽ ഫാർമർ കർഷകൻ, ആമിൽ എന്ന് പറഞ്ഞാൽ ഒരു ലേബർ ഒരു ജോലിക്കാരൻ ലേബർ എന്നുള്ള മീനിങ്, സവാക്ക് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ. അപ്പോൾ ഇതാണ് അവിടെ കുറച്ച് കൊടുത്തിട്ടുള്ള തൊഴിലുകൾ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. പേജ് നമ്പർ 13. അന്നഷാത്തുൻ നസാനി നുഅരിഫു സ്വദീഖന അല അസാസിൽ ബയാനാത്തുൻ ശഖ്സിയ. നമുക്ക് എന്ത് ചെയ്യാം, നുഅരിഫു നമുക്ക് മനസ്സിലാക്കാം, സ്വദീഖന നമ്മുടെ സുഹൃത്തുക്കളെ അല അസാസി ബയാനാത്തി ശഖ്സിയ അവരുടെ ബയോഡാറ്റയുടെ അടിസ്ഥാനത്തിൽ. അതായത് ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ബയോഡാറ്റ നമ്മൾ കളക്ട് ചെയ്താൽ അവർ ബയോഡാറ്റ നോക്കി അറിയാം, ഇവർ പേരെന്താണ്, വീട് എവിടെയാണ്, കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളും എല്ലാ അവസ്ഥകളും നമുക്കറിയാം. അതാണ് പറഞ്ഞത്. എന്ത് ചെയ്യാം, സുഹൃത്തുക്കളുടെ നിങ്ങൾ പരസ്പരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബയോഡാറ്റകളൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നഷാത്തുൻ സാലിസ് മൂന്നാമത്തെ ആക്ടിവിറ്റി. നുലാഹിദു തൊലബ ബിതാഖത്തുൽ ഹസ്മി അല്ലാത്തി വ നുഅബ്ബിഉഹു ബിൽ ബയാനാത്ത്. നുലാഹിദു നമുക്ക് നിരീക്ഷിക്കാം, നമുക്ക് ശ്രദ്ധിക്കാം. തൊലബ ആപ്ലിക്കേഷൻസ്, ബിതാഖത്തുൽ ഹസ്ം എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തു ഡിസ്കൗണ്ട് കാർഡ്. അപ്പോൾ ഒരു ഡിസ്കൗണ്ട് കാർഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ശ്രദ്ധിക്കാം. ലാത്തി താഴെ കൊടുത്തിട്ടുള്ള വ നുഅബ്ബിഉഹു എന്നിട്ട് അതിനെ ഫിൽ ചെയ്യാം, പൂർത്തിയാക്കാം, പൂരിപ്പിക്കാം. ബിൽ ബയാനാത്തിൻ ആ ഡീറ്റെയിൽ കൊടുത്തുകൊണ്ട് നമുക്കതിനെ പൂർത്തിയാക്കാം. അവിടെ മുകളിൽ ഹെഡിങ് ഉണ്ട് തൊലബു ബിതാഖത്തുൽ ഹസ്മിൻ ഡിസ്കൗണ്ട് കാർഡ്, ആപ്ലിക്കേഷൻ ഫോർ ഡിസ്കൗണ്ട് കാർഡ് എന്ന്. തൊലബ് എന്നുള്ളത് ആപ്ലിക്കേഷൻ ഫോർ ഡിസ്കൗണ്ട് കാർഡ്. ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം, നമ്മുടെ മുഴുവൻ പേര് നമ്മളവിടെ എഴുതുക. അല്ല ഉൻവാന് നമ്മുടെ അഡ്രസ്സ് എഴുതുക. റഖമു ആധാർ നമ്പർ എഴുതുക. താരീഖുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് എഴുതുക. അതുപോലെ റഖമുൽ ജവാല നമ്മുടെ മൊബൈൽ നമ്പർ ഫോൺ നമ്പർ എഴുതുക. അതുപോലെ ബരീദുൻ ഇലക്ട്രോണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമെയിൽ തോക്കി എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ. അപ്പോൾ ഇതാണ് ഒരു ഡിസ്കൗണ്ട് കാർഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അസ്സലാമു അലൈക്കും.